ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും തീരുകയില്ല. അത്രയ്ക്ക് വിശേഷപ്പെട്ടതാണ് മുരിങ്ങയില. ഈ മുരിങ്ങയിലയിൽ വിറ്റാമിനുകളും ധാതുക്കളും പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ മുരിങ്ങയിലയുടെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളത്. ടെൻഷൻ കുറയ്ക്കാനും ദഹന പ്രക്രിയയെ സഹായിക്കാനും മുരിങ്ങയില നിത്യവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ മുരിങ്ങയില കൊണ്ട് തയ്യാറാക്കിയ പൂരിയും ചപ്പാത്തിയുമാണ് ഇന്നത്തെ റെസിപ്പിയിലൂടെ കാണാൻ പോകുന്നത്. കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈയും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഒരു ലൈക്കും കൂടി. മുരിങ്ങയില അധികം മുറ്റാത്ത തളിരിലയാണിത്. വലിയ മുരിങ്ങ മരമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇലയൊന്നും പറിക്കാൻ എനിക്ക് പറ്റിയില്ല. അത് കാരണം ഞാനിത് കുറേ മുറിച്ച് കളഞ്ഞു. അങ്ങനെ പുതിയതായിട്ട് വന്ന തിളിര് ഇലയാണിത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെ ആ മുരിങ്ങ പിന്നെ മുകളിലോട്ട് വളരുന്നുമില്ല. മുരിങ്ങയില എത്ര നല്ല വൃത്തിയായിട്ടിരുന്നാലും അതിൽ നിറയെ പൊടി കാണും. അതുപോലെ വലയും ചിലന്തിയും ഒക്കെ കാണും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നല്ല വൃത്തിയാക്കി എടുക്കുക. ഇത് മുഴുവനെ തന്നെ കഴുകി വെച്ച മുരിങ്ങയിലയാണ്. മഴ സീസണാണെങ്കിൽ മുരിങ്ങയില കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല. വരണ്ട കാലാവസ്ഥയിൽ കാറ്റിലൂടെ പൊടി ഈ മുരിങ്ങയിലയിൽ പറ്റിപ്പിടിച്ചിരിക്കും. നമുക്ക് കാണാൻ പറ്റുകയില്ല. കഴുകുമ്പോഴാണ് നല്ല പൊടി അറിയാൻ പറ്റുന്നത്. മുരിങ്ങയില വൃത്തിയാക്കി 1.5 കപ്പ് മുരിങ്ങയില ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റഫ്ലി ചോപ്പ് ചെയ്തെടുക്കാം. മുരിങ്ങയില പൊതുവെ അത്ഭുത ഫുഡെന്നും സൂപ്പർ ഫുഡെന്നും ഒക്കെ പറയാറുണ്ട്. അത്രമാത്രം ഗുണങ്ങളാണ് ഇതിനുള്ളത്. വിട്ടുമാറാത്ത രോഗങ്ങളെ കുറയ്ക്കാനും അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഈ മുരിങ്ങയില നിത്യവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഇത് വൃത്തിയാക്കി എടുക്കാനുള്ള മെനക്കേട് കൊണ്ട് പലരും ഇത് ശ്രമിക്കാറില്ല. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പല ആഹാര പദാർത്ഥങ്ങൾ മുരിങ്ങയില കൊണ്ട് ഉണ്ടാക്കാം. ഇത് 1/4 കപ്പ് ചെറുപയർ പരിപ്പ് കുതിർത്തെടുത്തതാണ്. 4 മണിക്കൂർ കുതിർത്തതാണ്. ഇതിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരല്പം വെള്ളം ചേർത്താൽ മതി. 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം. ചെറുപയർ പരിപ്പിന് പകരമായിട്ട് കടലപ്പരിപ്പ് യൂസ് ചെയ്യാം, തോരൻ പരിപ്പ് യൂസ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി പാൻ ചൂടാക്കിയിട്ട് മുരിങ്ങയില നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഒരല്പം എണ്ണ, 1 ടീസ്പൂൺ എണ്ണ തന്നെ മതിയാവും. ഈ മുരിങ്ങയിലയുടെ പച്ച ചുവയും ഒരു ചെറിയ കവർപ്പ് കാണുമല്ലോ, അതും കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നത്. ചൂടായ എണ്ണയിൽ 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇനി ഇതിൽ ഈ മുരിങ്ങയില ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇത് നന്നായിട്ടൊന്ന് വാടിക്കിട്ടും. ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല. ഇതേ രീതിയിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഉലുവയില നമ്മുടെ ഇടയിൽ അത്രയ്ക്ക് പ്രചാരമില്ല, കിട്ടാനും ബുദ്ധിമുട്ടാണ്. ആ ഉലുവച്ചിര കൊണ്ട് ഇതേപോലെ പൂരിയും ചപ്പാത്തിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇതിൽ കുറച്ച് മസാലയൊക്കെ ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അരിമോദകം അല്ലെങ്കിൽ ഓമം ചേർക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും ഒരല്പം ഓമം കഴിക്കുന്നത് നമ്മുടെ വയറ്റിന് വളരെ നല്ലതാണ്. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതുപോലെ തന്നെയാണ് കരിഞ്ജീരകവും. അതും 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ എള്ള് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരല്പം ഉപ്പും ചേർത്തു. ഇനി നമ്മൾ വഴറ്റി വച്ചിരിക്കുന്ന മുരിങ്ങയില ചേർക്കാം. ഇതേപോലെ മുരിങ്ങയില ചെറുതായി വഴറ്റിയതിന് ശേഷം നമുക്ക് ദോശമാവ്, ഇഡ്ഡലിമാവ് എന്നിവയിലൊക്കെ ചേർക്കാവുന്നതാണ്. പുട്ടിലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിൽ 1 കപ്പ് ആട്ടമാവ് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണം മാവ് ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. ആദ്യം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ കുഴച്ചെടുത്തതിന് ശേഷം വളരെ ഡ്രൈ ആണെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്താൽ മതി. ആദ്യം ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ആട്ടമാവ് അല്ലെങ്കിൽ മില്ലറ്റിൻ്റെ പൊടി യൂസ് ചെയ്യാവുന്നതാണ്. റാഗിമാവും മുരിങ്ങയിലയും കൂടി ചേർത്തുണ്ടാക്കിയ ചപ്പാത്തിയുടെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്നു. മാവ് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് മാവാണിത്. 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആലു ഫ്രൈ ഉണ്ടാക്കാം, പൊട്ടറ്റോ ഫ്രൈ. ഇത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. ഇതിൽ അധികം മസാലയായിട്ട് ഒന്നും ചേർക്കുന്നില്ല.
പച്ചമുളകും അല്പം ജീരകവും മാത്രമേ ചേർക്കുന്നുള്ളൂ. വളരെ നല്ലതാണ്, കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. ഇതിങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പൂരി, ചപ്പാത്തി, ചോറ് എന്നിവയുടെയൊക്കെ ഒപ്പം കഴിക്കാവുന്നതാണിത്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ആരിക്കും പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവൻ നന്നായിട്ട് കഴിക്കും. പാൻ ചൂടാക്കി ഞാൻ ഒലിവ് ഓയിലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1/2 ടീസ്പൂൺ ജീരകം ഇട്ടു. ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ടു. ഇതിൽ നമുക്ക് ഈ പൊട്ടറ്റോ ചേർത്ത് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും കൂടി, പച്ചമുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മുളക് പൊടി തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. ഇതൊരല്പം നേരം അടച്ചു വച്ചാൽ തന്നെ പെട്ടെന്ന് വേകുന്നതാണ്. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം തീ വളരെ കുറച്ചതിന് ശേഷം ഇത് അടച്ചു വച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ 4-5 മിനിറ്റ് കഴിഞ്ഞു. പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്, നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചാൽ കുറേ കൂടി ക്രിസ്പി ആവും. എന്നാൽ ഇത് കുറച്ച് സോഫ്റ്റായിട്ടിരിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി അടുത്തതായിട്ട് പൂരിയും ചപ്പാത്തിയും ഉണ്ടാക്കാം. പൂരി നിർബന്ധമില്ല, ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് പൂരി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയാൽ എണ്ണയുടെ ഉപയോഗം നമുക്ക് വളരെ കുറയ്ക്കാവുന്നതാണ്. ആദ്യമായിട്ട് പൂരി ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ പൂരി ഇഷ്ടമാണല്ലോ, അവർക്ക് സ്കൂളിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റും. അതുപോലെ കുട്ടികൾക്ക് മുരിങ്ങയില വലിയ താല്പര്യമുള്ള ഒരു സാധനമല്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ അവർക്ക് കൊടുക്കാനും സാധിക്കും. ഇതിലൊരല്പം ചൂട് എണ്ണയിൽ മുക്കിയെടുത്ത് ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ എണ്ണ മുഴുവനും പൊടി വീഴും. അതുകൊണ്ട് ഇങ്ങനെ ചൂടായ എണ്ണയിലൊന്ന് മുക്കിയെടുത്തിട്ട് പരത്താവുന്നതാണ്. ഒരല്പം കട്ടിയായിട്ട് പരത്തണം. തീരെ കട്ടി കുറഞ്ഞാൽ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരികയില്ല. പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് പരത്തി വെച്ചിട്ട് ചുടുകയാണെങ്കിൽ നല്ല എളുപ്പമാണ്. അല്ലെങ്കിൽ 2 പേര് വേണം പൂരി ഉണ്ടാക്കാൻ. പരത്തുകയും ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റുകയില്ല. നല്ല ചൂടായ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ടിത് പൊന്തിയിട്ടുണ്ട്. നോക്കിക്കേ, ചെറുപയറൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പിയുമാണ്. കറിയുടെ പോലും ആവശ്യമില്ല. ഇതിൽ നല്ല മസാലയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. ചായയോടൊപ്പമൊക്കെ വളരെ ടേസ്റ്റിയാണ്. പയർപരിപ്പ് ചേർത്തത് കൊണ്ട് ഈ പൂരി പെട്ടെന്നൊന്നും താഴ്ന്നു പോവുകയില്ല. 1/4 മണിക്കൂർ വരെ ഇത് ഇതേപോലെ തന്നെ ഇരിക്കും. മാവ് പരത്തുമ്പോൾ ഒരല്പം കട്ടിയായിട്ട് പരത്തിയാൽ മാത്രം മതി. ഇനി മുരിങ്ങയില സൂക്ക റൊട്ടിയാണ്. അതെങ്ങനെയെന്നല്ലേ, നമ്മൾ ഫ്ലെയിമിൽ വെച്ച് ഡയറക്റ്റ് ചുട്ടെടുക്കുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ചുട്ടെടുക്കുന്ന ചപ്പാത്തി. ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ 1 മിനിറ്റിൻ്റെ പോലും ആവശ്യമില്ല. അത്രയും എളുപ്പമാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളത്. നല്ല ചൂടായ തവയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുമിളകൾ വരും. ആ സമയത്ത് ഇതിനെ എടുത്ത് ഇതുപോലെ ഫ്ലെയിമിൽ വെച്ച് ഹൈ ഫ്ലെയിമാക്കി വെക്കണം. അപ്പോഴാണ് നല്ല ചൂട് കിട്ടി നന്നായിട്ട് പൊന്തി വരുന്നത്. കഴിഞ്ഞില്ലേ, നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 2 എണ്ണവും ചുട്ടെടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇനി ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് നെയ്യ് ചേർക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നെയ്യും ബട്ടറും അല്ലെങ്കിൽ ചീസും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അല്ല, മുതിർന്നവർക്കാണെങ്കിൽ ഈ നെയ്യുടെ പോലും ആവശ്യമില്ല. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ നെയ്യ് തന്നെ ചേർക്കുന്നത്. അല്ലെങ്കിൽ ഡ്രൈ ചപ്പാത്തിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള പൂരിയും ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയില ഉണ്ടോയെന്ന് ആർക്കും അറിയില്ല. ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് നോക്കിയേ, അവർക്ക് മനസ്സിലാവില്ല ഇതെന്ത് ഇലയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. നിത്യേന ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏതിലെങ്കിലുമൊക്കെ ഒരല്പം മുരിങ്ങയില ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഞാൻ പറയുകയാണ്, വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.